ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ഓപ്ഷൻ എ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? ഓപ്ഷൻ ബി ആണ്, റൗലത്ത് ആക്ട് അനുസരിച്ചാണ് കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നത് റൗലത്ത് ആക്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ഏതാ? ഓപ്ഷൻ സി ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ: പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. അപ്പോൾ 4 പ്രസ്താവനയിൽ ഏതാണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ്, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. അദ്ദേഹം അതിനെതിരെ പോരാടുകയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യർ ആരാണ്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ: ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ: അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്ന് ഏതുവരെയാണ്? ഓപ്ഷൻ ഡി വെങ്ങാനൂരിൽ നിന്നാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഭാഷകളാണ് 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹീകരണ പ്രസ്ഥാനം ഏതാ? ബ്രഹ്മസമാജം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാ? പി പ്രസാദാണ് കൃഷി വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ: അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ: യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെയാണ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയാണ് യുഗപുരുഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ്? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ്, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ: സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്? ഗാന്ധിജി എവിടെയാണ് ഉപ്പു സത്യാഗ്രഹം നടത്തിയത്? ഓപ്ഷൻ സി ദണ്ഡിയിലാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെൻസസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: 2021-22 മാനവ വികസന സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2021-22 അനുസരിച്ചാണ് ഇന്ത്യയുടെ സ്ഥാനം. മാനവ വികസന സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ബി ആണ് ആൻസർ, 132 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ശരി? ആദ്യത്തെ കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതി വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1, 2, 3, 4 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1947 നിയമിച്ച കമ്മീഷൻ. 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി ഡോക്ടർ S രാധാകൃഷ്ണ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, കോഴിക്കോടാണ് വിശപ്പ് രഹിത പദ്ധതി ആദ്യമായി വന്നത്, വിശപ്പ് രഹിത നഗരം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ: തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്? ഓപ്ഷൻ സി സേവന മേഖല. അടുത്ത ക്വസ്റ്റ്യൻ: പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി വ്യവസായമാണ്, അത് ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ്. ഏത് പരിപാടിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ആസ്പദമാക്കി ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി? 20 ദിന പരിപാടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ നഗരം സമുദ്രതീരം പദ്ധതിയുടെ ലക്ഷ്യം? ശുചിത്വ നഗരം സമുദ്രതീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി ആണ്. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നതാണ് ശുചിത്വ സാഗരം സമുദ്രതീരം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ബ്രഹ്മപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, എറണാകുളമാണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ളത് ഓപ്ഷൻ ഡി, എറണാകുളത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇടിമിന്നലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ബി ആണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ? ഏത് കായലാണ്? ഓപ്ഷൻ ഡി ആണ്, ആക്കുളം കായലിലാണ് നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതാണ്? അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദാ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. ഇത് 2 പോയിൻറ്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? ഏത് കാലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഓപ്ഷൻ ബി, അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ്, മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? 2014 ജൂൺ 2-ന് നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, തെലുങ്കാനയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം? ഓപ്ഷൻ ബി ആണ്, ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, മതികെട്ടാംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? മതികെട്ടാംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഓപ്ഷൻ ഡി, ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഭാരതപ്പുഴയാണ് ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ, ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലുണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ 2019 ഓഗസ്റ്റ് മാസം ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? ഓപ്ഷൻ ബി, ഉരുൾപൊട്ടലാണ് കവളപ്പാറയിലുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആരാണ്? പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരം, കേരളത്തിലെ കായിക താരം ആരാണ്? ഓപ്ഷൻ എ ആണ്, MD വത്സമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? ഓപ്ഷൻ ബി, കോതമംഗലം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം താലൂക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് സിഡ്ബി. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം മാത്രമാണ് ശരി. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണിവ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ചിലി. USA, കാനഡ, മെക്സിക്കോ ഇത് 3ഉം 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ്. ഇതിൽ ചിലി മാത്രമാണ് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ഓപ്ഷൻ ബി ഷിൻഡോ മതമാണ് ജപ്പാനിൽ രൂപപ്പെട്ട മതം. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? ഓപ്ഷൻ എ നീലാംബരിയാണ് രാത്രിയിൽ ആലപിക്കുന്ന രാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചതാര്? ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഓപ്ഷൻ ബി വിസരണമാണ് ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മൂലകത്തിൻ്റെ അറ്റോമിക നമ്പറാണ് 100? 100 അറ്റോമിക നമ്പറായ മൂലകം ഏതാണ്? ഓപ്ഷൻ എ ഫെർമിയം. അടുത്ത ക്വസ്റ്റ്യൻ, ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. USA പെട്രോളിയം പൈപ്പ് ലൈനാണ് ബിഗ് ഇഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹവാതകം. അടുത്ത ക്വസ്റ്റ്യൻ, മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യനിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് ഓപ്ഷൻ ഡി തലച്ചോറിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഏത് രാജ്യമാണ്? ഓപ്ഷൻ സി ഈജിപ്റ്റാണ് ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഓപ്ഷൻ സി ഈജിപ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് പ്രഖ്യാപിച്ച രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് മങ്കി പോക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഓപ്ഷൻ എ സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിലേതാണ് സെറിബ്രത്തെക്കുറിച്ച് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം മാത്രം ശരി. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ ഇതിൽ ശരിയായ 2 പോയിൻ്റ് 2ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 1000 kg/m³ ആണ് ജലത്തിൻ്റെ സാന്ദ്രത. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഊർജ്ജമാറ്റം എങ്ങനെയാണ് വരിക?
ഓപ്ഷൻ എ ആണ്, വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഏതാണ് സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്നത്? ഓപ്ഷൻ ബി സൾഫർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനെസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ഗ്രീൻ സോളാർ എനർജി ഹാർനെസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, ഒലിവർ ഡീമൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഓപ്ഷൻ ബി കോൺവെക്സ് ദർപ്പണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത്? വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലാക്കസ് വെറീസ് ആണ്. വസന്തത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്നത് ലാക്കസ് വെറീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ ഡി ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ECG ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയെ എന്ത് പറയുന്നു? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവ രക്തം ദാനം ചെയ്യരുത്. അപ്പോൾ ഇതിൽ ശരിയായവയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, 2ഉം 3ഉമാണ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. അപ്പോൾ ഈ 2 പോയിന്റുമാണ് ശരി. മാസത്തിലൊരിക്കലല്ല, 3 മാസത്തിലൊരിക്കലാണ് നമുക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? നിശാന്തതയുണ്ടാകുന്നത് ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? അപ്പോൾ എങ്ങനെയാണ്? ഏത് ഹോർമോണാണ്? ഓപ്ഷൻ ഡി ഇൻസുലിൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്ഷയം, BCG. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാ? ശ്രീമതി വീണ ജോർജാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ അടയാളം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി എയ്ഡ്സുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ഓപ്ഷൻ സി ജനീവ. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായത് ഏതാണ്? നമ്മുടെ കൊറോണ വൈറസ് അല്ലേ? വൈറസാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എല്ലാവർക്കും ദാനം ചെയ്യാവുന്നത് O ഗ്രൂപ്പാണ്. എല്ലാ ഗ്രൂപ്പുകളും സ്വീകരിക്കാൻ കഴിയുന്നത് ഏതാണ്? AB ഗ്രൂപ്പാണ്. അപ്പോൾ ഇന്നത്തെ 80 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത 20 ക്വസ്റ്റ്യൻ മാത്സ് ആണ്. അപ്പോൾ ഇത് മതി. ഓക്കെ, താങ്ക് യു.